പിന്നെ അടിപൊളി പടം, സൂപ്പറായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ഹാപ്പിയാണ്. നല്ല രസമുണ്ട്, നല്ല ചിരിച്ച് എല്ലാവർക്കും വന്ന് കാണാൻ പറ്റിയ പടമാണ്. ഫാമിലി ആയിട്ട് എല്ലാവർക്കും വന്ന് കാണാൻ പറ്റിയ പടമാണ്. നല്ല രസമുണ്ട്, സൂപ്പറായിട്ട് അടിപൊളിയാണ്. നിവിൻ ചേട്ടൻ കോമ്പിനേഷൻ അടിപൊളിയാണ്, നല്ല ചിരിക്കാനാണ്. അടിപൊളി ഫീൽ ഗുഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അങ്ങേയറ്റം ഫീൽ ഗുഡാണ്. പിന്നെ നിവിൻ പോളി, അജു വർഗീസ് അതൊക്കെ ഭയങ്കരമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഈ സിനിമക്കകത്ത് നമ്മൾ എൻജോയ് ചെയ്യാനുള്ള ഏറ്റവും വലിയ ഘടകമാണ് നമ്മൾ സിനിമയായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളത്. അത് ശരിക്കും ആ ഒരു സത്യനന്ദിക്കാട് സ്കൂളിൻ്റെ ആ ഒരു സുഖമുണ്ടല്ലോ അവരുടെ സിനിമ ആണെന്ന്. അത് മകനായ അഖിൽ സത്യനും അതേ രീതിയിലുള്ള മേക്കിംഗ് ആണ്. നിവിൻ പോളി അറ്റ് ഈസ് ബെസ്റ്റാണ്. നിവിൻ പോളിയുടെ ഏറ്റവും സേഫ് സോണായ അവിടെ കയറിയാണ് നിവിൻ പോളി കളിക്കുന്നത്. എന്തായാലും യാതൊരു സംശയമില്ല, ഫാമിലിക്ക് ഈ സിനിമ എന്തായാലും ഇഷ്ടപ്പെടും. ഇത് അതെ, നിവിൻ പോളി തന്നെ പറഞ്ഞിട്ടുണ്ട്. നിവിൻ പോളി കുറേ കോമഡി ചെയ്ത് നിവിൻ പോളി ഇനി തന്നിലുള്ള ആക്ടറെ പുറത്തെടുക്കാൻ ഫിലിം ഫെസ്റ്റിവലുകളിലേക്കുള്ള ഒരു നിവിൻ പോളിയാണ് നമ്മൾ കുറച്ച് വർഷമായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മൾ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാധാരണക്കാരൻ്റെ പ്രതിനിധിയായിട്ടുള്ള ഒരു നിവിൻ പോളി ഉണ്ടല്ലോ, ആ ഒരു സുഖമാണ്. എന്തായാലും സിനിമ കാണാൻ കയറുന്നതിന് മുമ്പ് നമ്മൾ പറയാറില്ല, നമ്മൾ ഈ സഞ്ജു സാംസൺ ബാറ്റിങ്ങിന് ഇറങ്ങുന്ന പോലെയായിരുന്നു, നമുക്കൊരു ടെൻഷനായിരുന്നു. അത് എന്തായാലും മാറിയിട്ടുണ്ട്. നിവിൻ പോളിയുടെ സേഫ് സോണാണ്. ആ ഒരു ഫാമിലി ഓഡിയൻസിനിടയിലേക്ക് നിവിൻ പോളി ശക്തമായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ഒരുപാട് സർപ്രൈസുകളുണ്ട്, വളരെയധികം ഇമോഷണലി കണക്റ്റിംഗ് ആണ്. ഈ സീസൺ തൂക്കാനുള്ള എല്ലാം ഈ സിനിമയ്ക്കകത്തുണ്ട്. വളരെ നൈസായിട്ട് ഒരുപാട് നാളുകൾക്ക് ശേഷം പഴയ നിവിൻ പോളി നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റി. പണ്ടത്തെ ഒരു മാനരസുണ്ട്, അത് കുറച്ചാളായിട്ട് ആളുകൾ ഉണ്ടായിരുന്നില്ല. ഇത് ഉറപ്പിച്ച ബ്ലോക്ക് ബസ്റ്റർ 100%. അജു നിവിൻ പോളി കോംബോ ഒരുപാട് നാളുകൾക്ക് ശേഷം ആ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് ഫ്രഷ് കോമഡി പോലെ തോന്നും. പിന്നെ സത്യനന്ദിക്കാരുടെ പണ്ടത്തെ പടങ്ങളിലൊരു അത്തേ ഫ്രെയിമുകൾ, അത്തേ വിഷ്വൽ ക്വാളിറ്റി, നല്ല രസമായിട്ട് പടം. ഫാമിലി ഹിറ്റ്. പണ്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നിവിൻ പോളിയുടെ ഒരു ഹിറ്റ് അടിച്ചു കഴിഞ്ഞാൽ മലബാർ ഏരിയയൊക്കെ അത്രയും ഫാമിലി ഓഡിയൻസ് ആണ് ആൾ തട്ടത്തിമറിച്ച് സിനിമയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവരൊക്കെ ഇനി കയറും. നിവിൻ പോളി ഈസ് ബാക്ക് ഇൻ മലയാളം സിനിമ. ഒരു രക്ഷയില്ല. അജു വർഗീസ് അവരെ കോമ്പോ ഭയങ്കര വർക്കായിട്ട് നമുക്ക് ബോറടിക്കില്ല. നല്ലതായിരുന്നു, ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെട്ടു, നല്ല ഫീൽ ഗുഡ്. കുഴപ്പമില്ലായിരുന്നു, നല്ല ഫൺ എലമെന്റ്സ്. അജു വർഗീസ് നിവിൻ പോളി കോംബോ നന്നായിട്ട് വർക്കായിട്ടുണ്ട്.